അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം പരാജയമെന്ന് IRGC മുൻ കമാൻഡറാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. അതിനിടെ ഇസ്രയേൽ ലെബനോൺ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ധാരണയായി. US മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനോനും തമ്മിൽ നടന്ന 2 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ നീട്ടിയത്. വലിയ പ്രതീക്ഷയോടെയാണ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനത്തെ ലോകരാഷ്ട്രങ്ങൾ വീക്ഷിച്ചിരുന്നത്. 8 വർഷങ്ങൾക്ക് ശേഷമുള്ള ട്രംപിന്റെ ചൈനീസ് സന്ദർശനം എങ്ങും എത്തിയില്ല എന്നാണ് ഇറാന്റെ ആരോപണം. IRGC മുൻ കമാൻഡർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ പിന്തുണ ഉറപ്പാക്കുക, വ്യാപാര കമ്മി കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ബീജിംഗിൽ എത്തിയ ട്രംപിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൽ നിന്ന് വ്യക്തമായ ഉറപ്പുകളോ വലിയ കരാറുകളോ നേടാനായില്ല. അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് 200 വാണിജ്യ വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായതായി ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും അത് വിപണി പ്രതീക്ഷിച്ചതിലും വളരെ കുറവായിരുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കാനും ഇറാനുമായുള്ള സ്വാധീനം ഉപയോഗിക്കാനും ട്രംപ് ചൈനയോട് അഭ്യർത്ഥിച്ചെങ്കിലും ചൈന ഈ വിഷയത്തിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ട്രംപ് ചൈനയുടെ സഹായം തേടുകയാണെന്നാണ് ഇറാന്റെ വാദം. മുൻകാലങ്ങളിൽ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ട്രംപ് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ചൈനയ്ക്ക് മുന്നിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് കണ്ടതെന്ന വിമർശനവും ശക്തമാണ്. അതിനിടെ ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 45 ദിവസത്തേക്ക് നീട്ടാൻ ധാരണയായിരിക്കുന്നു. US മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും തമ്മിൽ നടന്ന 2 ദിവസത്തെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ നീട്ടിയത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ടാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. മെയ് 29 പെന്റഗണിൽ ഇസ്രയേലി ലെബനോൻ സൈനിക പ്രതിനിധികളുമായി വീണ്ടും ചർച്ച നടക്കുമെന്നും പിഗോട്ട് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.